ഇന്ന് നമ്മുടെ വിഷയം ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവിധം സോഷ്യൽ മീഡിയയും പത്രങ്ങളും ന്യൂസ് ചാനലുകളും ഒക്കെ കാണുന്ന ആളുകൾക്ക് കുറച്ച് പേരുള്ള ആളുകൾക്കൊക്കെ അറിയാം അതാരാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഇലോൺ മസ്ക് എന്നാണ്. ടെസ്ല കമ്പനീൻ്റെ ഓണർ. അതാണ് ലോകത്തിലെ നമ്പർ 1 പണക്കാരൻ, ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. അങ്ങനെയാണെങ്കിൽ ഇതിന് നേരെ ഒരു ഓപ്പോസിറ്റ് വശം ഉണ്ടല്ലോ. ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യനാരാ? അതാർക്കറിയാം? അത് കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് ഒരു കമ്പനികളും ഒരു മാനദണ്ഡങ്ങൾ വെച്ച് ജനങ്ങളെ ഇടയിലുള്ള ആ ഒരു സൂപ്പർ സ്റ്റാറിനെ, അല്ലെങ്കിൽ അദ്ദേഹവും ഒരു സെലിബ്രിറ്റി അല്ലേ, എന്തുകൊണ്ട് അദ്ദേഹത്തെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നില്ല? ഒരുപക്ഷെ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെടില്ലേ? ചാനലുകാർ ഇൻ്റർവ്യൂ ചെയ്യലും എങ്ങനെ നിങ്ങൾ ഇത്രയും പാവപ്പെട്ടവനായി മാറി എന്നുള്ള അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കുമ്പോൾ, ചാനലുകളിലൂടെ അദ്ദേഹം തൻ്റെ സ്റ്റോറി വിവരിക്കുമ്പോൾ, ഇത്രയും ആളുകളിലേക്ക് ആ സ്റ്റോറി എത്തിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ അത് അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള വഴി തുറക്കലാവില്ലേ? അങ്ങനെയാവുമ്പോൾ അയാളും ഒരു സെലിബ്രിറ്റിയായി മാറും, ഒരു സൂപ്പർ സ്റ്റാർ ആവും. അപ്പോൾ അടുത്ത ഒരു പാവപ്പെട്ടവൻക്ക് ഇയാൾ സെലിബ്രിറ്റിയായി അല്ലെങ്കിൽ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഈ ഇതിലൂടെ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ആ കസേര അവിടെ ഒഴിഞ്ഞെടുക്കും. അപ്പോൾ വീണ്ടും മാധ്യമങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും ലോകത്തിൽ നിലവിൽ ഉള്ള ഏറ്റവും പാവപ്പെട്ടവനാര്. അങ്ങനെ ഓരോരുത്തരെ പാവപ്പെട്ടവരെ അവിടെ നിന്ന് എടുത്ത് ഒരു മെച്ചപ്പെട്ട രീതിയിലേക്കുള്ളൊരു കസേരയിൽ കൊണ്ടേയിരുത്താൻ ശ്രമം നടത്തും. അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഏറ്റെടുക്കണം. എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ലോകത്തിലെ ഏറ്റവും വലിയ പൈസക്കാരനെ നിങ്ങൾ കണ്ടെത്തി, അല്ലെങ്കിൽ അത് കണ്ടെത്താനുള്ള മാർഗങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഈ ഒരാളെ കണ്ടെത്താൻ നമുക്ക് പരിശ്രമിച്ചുകൂടാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.